ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഗൂഢാലോചന, പരിപൂർണമായ ഗൂഢാലോചനയായിരുന്നു മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിലേക്ക് തെളിയിച്ചിട്ടുള്ളത്. അതിനുള്ള പരിപൂർണ മുഴുവൻ തെളിവുകളും നമ്മുടെ ചരിത്രത്തിലുണ്ട്. നമ്മൾ പക്ഷേ ഇതിൻ്റെ വിചാരണ നടക്കുമ്പോൾ, ഈ പറയുന്ന ഷിംല കോടതിയിൽ ഗാന്ധി വധക്കേസിൻ്റെ വിചാരണ നടക്കുമ്പോൾ, ഈ വിചാരണയോടുള്ള പ്രതികരണമായിട്ട് മുഖ്യ പ്രതിയായിട്ടുള്ള നാഥുറാം വിനായക് ഗോഡ്സെ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ, അദ്ദേഹം നടത്തിയിട്ടുള്ള തൻ്റെ റെസ്പോൺസിൽ അദ്ദേഹം ശ്രമിച്ചിരുന്നത് മുഴുവൻ ഇതിൽ യഥാർത്ഥത്തിൽ പ്രതി താൻ മാത്രമാണെന്നും ഇത് മറ്റൊരു ഗൂഢാലോചനയും ഇതിലില്ല എന്ന് തെളിയിക്കാനുമായിരുന്നു ശ്രമിച്ചത്. അഥവാ വ്യക്തിയിലേക്ക്, നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ഗാന്ധി വധക്കേസ് ഒതുക്കി തീർക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു എല്ലാ കാലത്തെയും ശ്രമം. ആ ശ്രമം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയിക്കുകയും ചെയ്തു. കാരണം ചരിത്രത്തിൽ ഉടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെ കൊന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ കുട്ടികളും പറയും സിഖ് തീവ്രവാദികളാണ് എന്ന് പറയും. രാജീവ് ഗാന്ധിയെ കൊന്നത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും ആ കൊലപാതകികളുടെ കൃത്യം നിർവഹിച്ച ആളുകളുടെ പേരല്ല പറയുന്നത്, മറിച്ച് തമിഴ് പുലികൾ എന്നാണ് പറയുന്നത്. തമിഴ് പുലികൾ രാജീവ് ഗാന്ധിയെ വധിച്ചു, ഇന്ദിരാഗാന്ധിയെ സിഖ് തീവ്രവാദികൾ വധിച്ചു. പക്ഷേ ഗാന്ധിയെ കൊന്നതാരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരൊറ്റ പേരിൽ ഒതുങ്ങും. എന്തിന് തൂക്കിക്കൊല്ലപ്പെട്ട നാരായണ ആപ്തയുടെ പേര് നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് അറിയാം? സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എത്ര പേര് അത് പറയാറുണ്ട്? അതിൻ്റെ കൂടെ പ്രതികളായിരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു? ആരൊക്കെ ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നു? ഇവരെന്തൊക്കെ ശ്രമങ്ങൾ നടത്തി? എങ്ങനെയാണ് സവർക്കറിന് ഇതുമായിട്ടുള്ള ബന്ധം? എത്ര തവണ ഇതിനു മുൻപ് ഈ പ്രതികൾ സവർക്കറിനെ കാണാനായിട്ട് പോയിട്ടുണ്ട്? സവർക്കറെ കണ്ടതിന് ആരൊക്കെ തെളിവുകളുണ്ട്? എന്തുകൊണ്ടാണ് സവർക്കർ മറ്റേ ഈ കേസിൽ നിന്ന് ഒഴിവായത്? വളരെ ടെക്നിക്കൽ റീസൺ, ഒരു രേഖ കോടതിയിലെത്താൻ വൈകിയത് കൊണ്ട് മാത്രമാണ് സവർക്കർ ഈ കേസിൽ പ്രതിയല്ലാതിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ചരിത്രത്തിൽ രേഖകളുണ്ട് കേട്ടോ. പക്ഷേ ഇത് ആരും പരിശോധിക്കാൻ മെനക്കെടില്ല. പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന രീതിയിൽ വാദങ്ങൾ കൊണ്ട്, തുടർച്ചയായിട്ടുള്ള ഈ പറയുന്ന നുണകളുടെ പ്രചാരങ്ങൾ കൊണ്ട് ഇതിനെല്ലാം മറികടക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് എല്ലാ ഫാഷിസ്റ്റുകളുടെയും രീതി. ആ രീതി തന്നെയാണ് ഇവിടെ ഹിന്ദുത്വം തുടരുകയും ചെയ്യുന്നത്.